Hi all, today I discuss about the topic proton-induced X-ray emission experimental details. അപ്പോൾ നമ്മൾ പ്രോട്ടോൺ ഇൻഡ്യൂസ്ഡ് എക്സ്റേ എമിഷൻ ടെക്നിക്കിൻ്റെ ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ പ്രിൻസിപ്പിളൊക്കെ പഠിച്ചു. ഇനി നമ്മൾ അതിൻ്റെ എക്സ്പെരിമെൻ്റൽ ഡീറ്റെയിൽസിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ പ്രോട്ടോൺ ഇൻഡ്യൂസ്ഡ് എക്സ്റേ എമിഷൻ ടെക്നിക്കിൻ്റെ എക്സ്പെരിമെൻ്റൽ നടത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് പരിചയപ്പെടാം. The first one is source of accelerated protons, 1D graph or pelletron. അപ്പോൾ നമുക്ക് ഹൈലി ആക്സിലറേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടോൺ ബീംസ് ഇവിടെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രോട്ടോൺ ബീംസിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1D ഗ്രാഫ് അല്ലെങ്കിൽ പെല്ലട്രോൺ ഉപയോഗിക്കുന്നു. ദെൻ നിക്കൽ ഡിഫ്യൂസർ ഫോയിൽ വിത്ത് എ സെറ്റ് ഓഫ് കൊളുമിനേറ്റേഴ്സ്, ടാർജറ്റ്, സിലിക്കൺ ലിഥിയം എക്സ്റേ ഡിറ്റക്ടർ, ഡാറ്റ അക്വിസിഷൻ ആൻഡ് അനാലിസിസ് സിസ്റ്റം, ഫാരഡേ കപ്പ് ഫോർ ചാർജ് മെഷർമെൻറ്റ്, വാക്യൂം ചേമ്പർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ PXI സെറ്റപ്പിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ടെക്സ്റ്റിലുള്ള ജനറൽ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഫോർ ട്രേസ് എലമെൻ്റൽ അനാലിസിസ് യൂസിങ് ദ PXI ടെക്നിക്. Proton beams are accelerated to about 2 mega electron volt and are momentum analyzed by an analyzer magnet focused by quadrupole magnet and allowed to enter the PXI chamber. Before entering the chamber, the proton beam is passed through a very thin nickel diffuser foil which makes the beam somewhat diffused, and the central uniform portion of the diffused beam is selected by means of a collimator assembly. Inside the PXI chamber, the proton beam fall on the PXI target. അപ്പം പെല്ലട്രോണോ അതുപോലെ തന്നെ 1D ഗ്രാഫോ ഉപയോഗിച്ച് നമ്മൾ പ്രോട്ടോൺ ബീംസിനെ ഹൈലി ആക്സിലറേറ്റ് ചെയ്യിക്കുന്നു. ഏകദേശം 2 മെഗാ ഇലക്ട്രോൺ വോൾട്ടിൽ ആക്സിലറേറ്റ് ചെയ്യിക്കുന്നു. അങ്ങനെ ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ഈ പ്രോട്ടോൺ ബീംസിനെ നിക്കൽ ഡിഫ്യൂസറിലേക്ക് കടത്തിവിടുന്നു. ഈ നിക്കൽ ഡിഫ്യൂസർ എന്ന് പറഞ്ഞാൽ ഏകദേശം 4 മൈക്രോമീറ്റർ മാത്രം തിക്നെസ് ഉള്ള വളരെ തിന്നായിട്ടുള്ള ഒരു ഡിഫ്യൂസറാണ്. അങ്ങനെ ഈ നിക്കൽ ഡിഫ്യൂസർ പ്രോട്ടോൺ ബീംസിനെ ഡിഫ്യൂസ് ചെയ്യുകയും അതിൻ്റെ സെൻട്രൽ യൂണിഫോം പോർഷനെ ഈ കൊളിമിനേറ്റർ സെറ്റപ്പിലൂടെ കടത്തിവിടുകയും ചെയ്യുന്നു. അപ്പം ഇങ്ങനെയുള്ള പ്രോട്ടോൺ ബീംസ് ടാർജറ്റിൽ ചെന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. ടാർജറ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രോട്ടോൺ ബീംസിന് ഏകദേശം 45 ഡിഗ്രി ആംഗിളിൽ വെച്ചിട്ടുള്ള ഒരു തിന്നായിട്ടുള്ള ടാർജറ്റാണ്. അങ്ങനെ ഇവിടെ ടാർജറ്റിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന പ്രോട്ടോൺ ബീംസ് അവിടെ എക്സ്റേ ഇമിറ്റ് ചെയ്യുകയും ഈ എക്സ്റേനെ നമുക്ക് ഈ സിലിക്കൺ ലിഥിയം ഡിറ്റക്ടർ ഉപയോഗിച്ച് മെഷർ ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ ഈ ടാർജറ്റിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന പ്രോട്ടോൺസ് വളരെ ചെറിയ പ്രോട്ടോൺ ലോസ് അവിടെ ഉണ്ടാവുന്നുള്ളൂ. ബാക്കി പ്രോട്ടോൺ ബീംസ് ഈ ടാർജറ്റിലൂടെ തന്നെ കടന്നുപോയി ഈ ഫാരഡേ കപ്പിൽ കളക്ട് ചെയ്യുകയും ഈ ഫാരഡേ കപ്പിൽ നിന്ന് നമ്മൾ അതിൻ്റെ ചാർജ് മെഷർമെൻറ്റ് നടത്തുകയും ചെയ്യുന്നു. There is a provision to place a silicon lithium detector at 90 degree to the incident proton beam at a small distance from the target. The X-ray emitted from the target on proton bombardment will be detected by this detector. There are viewing port and a Faraday cup by the side of the chamber opposite to the entrance port. Okay. The target being thin, the protons gas through it with only a small energy loss and fall on the Faraday cup, facilitating charge measurement. There is a graphite collimator in front of the silicon lithium detector for reducing the background due to proton bombardment on the wall of the chamber near the detector. ഇപ്പം ഈ സിലിക്കൺ ലിഥിയം ഡിറ്റക്ടറിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഈ സിലിക്കൺ ലിഥിയം ഡിറ്റക്ടറിൻ്റെ മുന്നിൽ ഒരു ഗ്രാഫൈറ്റ് കൊളിമിനേറ്റർ വെച്ചിട്ടുണ്ട്. അതായത് ബാക്ക്ഗ്രൗണ്ട് ഡ്യൂ ടു പ്രോട്ടോൺ ബോംബാർഡ്മെൻറ്റ് ഓഫ് ദ വോൾ ഓഫ് ദ ചേംബർ നിയർ ദ ഡിറ്റക്ടർ. ദി PXI ചേംബർ ഈസ് ഇവാക്വേറ്റഡ് ടു എ ഹൈ ഡിഗ്രി ഓഫ് വാക്യൂം. ഈ PXI ചേംബർ ഏകദേശം 10⁻⁻⁶ ടോറിൽ ഉള്ള ഹൈ വാക്യൂമാണ് അവിടെ ഉള്ളത്.
The target is mounted on a multi-target ladder made of aluminum. The ladder can be rotated and can be moved up or down from outside the chamber without affecting the vacuum inside. It is a usual practice to mount several targets simultaneously on the ladder so that any desired target can be placed in position for bombardment without breaking the vacuum. The target will be kept making an angle of 45 degrees to the proton beam. അപ്പോൾ ഞാൻ നേരത്തെ ടാർജറ്റിനെ പറ്റി പറഞ്ഞു. ഈ ടാർജറ്റ് എന്ന് പറയുന്നത് അലുമിനിയം കൊണ്ടുണ്ടാക്കിയ ഒരു മൾട്ടി ടാർജറ്റ് ലാഡറിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ മൾട്ടി ടാർജറ്റ് ലാഡറിനെ നമുക്ക് ഈ PXI ചേംബറിന് പുറത്ത് നിന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മൾട്ടി ടാർജറ്റ് ലാഡർ ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ PXI ചേമ്പറിനുള്ളിലുള്ള വാക്യൂത്തിനെ ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ നമുക്ക് ഈ ലാഡറിൽ ഒരുപാട് ടാർജറ്റിനെ പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ വാക്യൂത്തിനെ ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ നമുക്ക് ഒരുപാട് ടാർജറ്റിൻ്റെ അനലൈസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് ഈ സെറ്റപ്പ് കൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ. Then the characteristic X-ray emitter from the target are detected by the silicon lithium detector kept outside the PXA chamber at 90 degree to the proton beam. It is therefore necessary that a suitable thin window is provided on the chamber wall in front of the detector to minimize the attenuation to the X-ray beam. Also, there will be a provision to introduce X-ray filter of suitable thickness in order to absorb low energy X-ray in case needed. The silicon lithium detector has an excellent resolution for X-ray. The detector output signal after amplification are fed to multi-channel analyzer which provide the pulse height spectrum of the X-ray. From the peak areas, the elemental concentration can be calculated as explained earlier. അതായത് ഇവിടെ ഈ സിലിക്കൺ ലിഥിയം ഡിറ്റക്ടറിനെ പറ്റിയാണ് പറയുന്നത്. PXI ചേമ്പറിന് പുറത്ത് ഔട്ട്സൈഡാണ് ഈ സിലിക്കൺ ലിഥിയം ഡിറ്റക്ടർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ചെറിയ വിൻഡോ പോലെയുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. അത് ഈ എക്സ്റേയുടെ അറ്റുനിയേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ എക്സ്റേ ഫിൽറ്റേഴ്സും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് ലോ എനർജിയുള്ള എക്സ്റേയിനെ വരെ അബ്സോർവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കൂടാതെ ഈ എക്സ്റേ ഡിറ്റക്ടർ വെച്ചിട്ടാണ് നമ്മൾ ഈ പൾസ് ഹൈറ്റ് ഓഫ് ദ സ്പെക്ട്രം ഓഫ് ദ എക്സ്റേ ഒക്കെ ഡിറ്റക്റ്റ് ചെയ്ത് എടുക്കുന്നത്. For quantitative analysis by the PXI method, it is necessary that either the target should be of uniform thickness and the homogeneous, or that the incident beam should be of uniform intensity across its cross section, or both. അതായത് ഒരു സാമ്പിളിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് അനലൈസിസ് നടത്തുമ്പം രണ്ട് കണ്ടീഷൻസ് അവിടെ നമ്മൾ നോക്കണം. ഒന്നെങ്കിൽ ദ ടാർജറ്റ് ഷുഡ് ബി ഓഫ് യൂണിഫോം തിക്നെസ് ആൻഡ് ഹോമോജിനസ്. നമ്മൾ എടുക്കുന്ന ടാർജറ്റ് യൂണിഫോം തിക്നെസ്സും ഹോമോജിനസും ആയിരിക്കണം. അല്ലെങ്കിൽ ദ ഇൻസിഡൻറ്റ് ബീം ഷുഡ് ബി ഓഫ് യൂണിഫോം ഇൻറ്റൻസിറ്റി അക്രോസ് ഇറ്റ്സ് ക്രോസ് സെക്ഷൻ. അല്ലെങ്കിൽ ഈ പ്രോട്ടോൺ ബീംസ് യൂണിഫോം ഇൻറ്റൻസിറ്റി ഉള്ളതായിരിക്കണം. അപ്പോൾ ഈ ഫസ്റ്റ് കണ്ടീഷൻ ടാർജറ്റ് യൂണിഫോം തിക്നെസ്സും ഹോമോജനസും ആവുക, അങ്ങനെയുള്ള ഒരു ടാർജറ്റ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ടഫായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഈ രണ്ടാമത്തെ കണ്ടീഷനാണ്. അതായത് പ്രോട്ടോൺ ബീംസ് യൂണിഫോം ഇൻറ്റൻസിറ്റിയിൽ ടാർജറ്റിൽ ഇൻസിഡൻറ്റ് ചെയ്യിക്കുക. അപ്പോൾ ഇങ്ങനെ ഇൻസിഡൻറ്റ് യൂണിഫോം ഇൻറ്റൻസിറ്റിയിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ആ നിക്കൽ ഡിഫ്യൂസർ സെറ്റപ്പ് അവിടെ വെച്ചിട്ടുള്ളത്. ഓക്കെ, ആ നിക്കൽ ഡിഫ്യൂസർ സെറ്റപ്പ് ഉള്ളത് കൊണ്ടാണ് യൂണിഫോം തിക്നെസ് ആയിട്ടുള്ള യൂണിഫോം ഇൻറ്റൻസിറ്റിയിലുള്ള പ്രോട്ടോൺ ബീംസിനെ നമുക്കിവിടെ ലഭിക്കുന്നത്. ഇനി നമ്മൾ ടാർജറ്റ് പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ടാർജറ്റ് പ്രിപ്പറേഷൻ ഈസ് ഓഫ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് ഇൻ PXI. അതായത് പ്രോട്ടോൺ ഇൻഡ്യൂസ്ഡ് എക്സ്റേ എമിഷൻ ടെക്നിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ടാർജറ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. യൂഷ്വലി തിൻ ടാർജറ്റ് ഹാവിങ് തിക്നെസ് ഓഫ് അറൗണ്ട് 100 മൈക്രോഗ്രാം പെർ cm² ആർ പ്രിഫേർഡ്. സാധാരണ കേസിൽ വളരെ തിന്നായിട്ടുള്ള ഏകദേശം 100 മൈക്രോഗ്രാം പെർ cm² അത്രയും തിക്നെസ് ഉള്ള ടാർജറ്റുകളെയാണ് പ്രിഫർ ചെയ്യുക.
In case the proton lose only a very small amount of energy inside the target. If the target is thick and the proton lose a considerable amount of energy in the target, then an appropriate integration of the cross section for X-ray production has to be employed. അതായത് നമ്മൾ തിൻ ടാർജറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ പ്രോട്ടോൺ ബീംസ് അതിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ചെറിയ പ്രോട്ടോൺ ലോസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ തിക്ക് ടാർജറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ പ്രോട്ടോൺ ലോസ് കൂടുതലായിരിക്കും. കൂടാതെ നമ്മൾ ഒരു ടാർജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ ബാക്കിംഗ് വളരെ നെസസറിയാണ്. അപ്പം കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ബാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിലർ, ക്യാപ്റ്റൻ, കാർബൺ, ഫോമർ, ന്യൂക്ലിയോപ്പോ, ഫിൽറ്റർ പേപ്പർ എക്സെട്ര. അപ്പോൾ ഇത്തരം സാധനങ്ങളാണ് നമ്മൾ സാധാരണയായിട്ട് ബാക്കിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ സാമ്പിൾ പ്രിപ്പറേഷനെ പറ്റിയാണ് പറയുന്നത്. സാമ്പിൾ പ്രിപ്പറേഷൻ ഈസ് റിലേറ്റീവ്ലി ഈസി ഫോർ ലിക്വിഡ് സാമ്പിൾസ് ആൻഡ് ദോസ് വിച്ച് ക്യാൻ ബി ബ്രൗട്ട് ഇൻ ടു ലിക്വിഡ് ഫോം. ദ വാട്ടർ യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ് ഷുഡ് ബി ഡബിൾ ഡിസ്റ്റൽഡ് ആൻഡ് ഡീഅയണൈസ്ഡ്. നമ്മൾ സാമ്പിൾ പ്രിപ്പയർ ചെയ്യുമ്പം ലിക്വിഡ് സാമ്പിൾസ് യൂസ് ചെയ്യാനാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുക. അതുപോലെ ഈ സാമ്പിൾ പ്രിപ്പറേഷൻ ഉപയോഗിക്കുന്ന വാട്ടർ എന്ന് പറയുന്നത് ഡബിൾ ഡിസ്റ്റൽഡും ഡീഅയണൈസ്ഡും ആയിരിക്കണം. A drop of the solution is put on the backing and allowed to dry up. The dried sample is restricted to be around 2 to 3 millimeter in size so that it will lie within the uniform portion of the incident beam. Sample preparation has to be done carefully in a clean, dust-free room. അതായത് സാമ്പിൾ പ്രിപ്പയർ ചെയ്യുമ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സൊല്യൂഷൻ ഈ ബാക്കിങ്ങിലേക്ക് ഒഴിക്കുകയും അത് ഡ്രൈ ചെയ്യുകയും ചെയ്യും. ഏകദേശം അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 2 to 3 millimeter സൈസ് ആയിരിക്കും. അപ്പോൾ ഈ സാമ്പിൾ പ്രിപ്പയർ ചെയ്യുമ്പം അവിടെ ക്ലീൻ ഡസ്റ്റ് ഫ്രീ റൂം ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അത്രയും സൂക്ഷിച്ച് വേണം നമ്മൾ സാമ്പിൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. അവിടെ യാതൊരു കണ്ടാമിനേഷനും അനുവദിക്കാൻ പാടില്ല. Preparation of thin target may not always be possible. In such cases, thick target will be used. Correction must be made to account for energy loss of the proton and the variation of the X-ray production cross-section with the proton energy as well as the attenuation of the X-ray within the target. In the case of thick and non-conducting target, there is an added complication arising from the build-up of the charge and a voltage on the target, and the subsequent electrical discharge to the nearest ground will result in an intense Bremsstrahlung background, masking all the characteristic X-ray peaks. One way to overcome this problem is to spray electrons onto the target from an electron gun kept inside the Pixe chamber, thereby neutralizing the proton charge built up in the target. അപ്പോൾ എല്ലാ സമയത്തും നമുക്ക് തിൻ ടാർജറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ള കേസിൽ നമ്മൾ തിക്ക് ടാർജറ്റുകളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ തിക്ക് ടാർജറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ പ്രോട്ടോൺ ലോസ് കൂടുതലായിരിക്കും. കൂടാതെ ഇവിടെ പറയുന്നത് ഈ തിക്കായിട്ടുള്ള നോൺ കണ്ടക്റ്റിംഗ് ടാർജറ്റ് ഉണ്ടാക്കുന്നത് വഴി അവിടെ ചാർജും വോൾട്ടേജൊക്കെ ഹൈ ആകാനും അവിടെ ഒരു ബ്രെംസ്ട്രോളിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകാനും സാധ്യതയുണ്ട്. ബ്രെംസ്ട്രോളിംഗ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ഉണ്ടാകുന്ന ഹൈ റേഡിയേഷൻ. അപ്പം ഇങ്ങനെയുള്ള ബ്രെംസ്ട്രോളിംഗ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഈ എക്സ്റേയുടെ പീക്സിനെ എല്ലാം മാസ്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രോബ്ലത്തിന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോൺ ഗൺ ഉപയോഗിച്ച് ഇലക്ട്രോൺസിനെ സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ബ്രെംസ്ട്രോളിംഗ് ബാക്ക്ഗ്രൗണ്ടിനെ നമുക്ക് ന്യൂട്രലൈസ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് പറ്റും. Then the number of X-rays detected can be written as Nx of ZEP equal to KZ EP QPM. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള നമ്പർ ഓഫ് എക്സ്റേസിനെ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ QP എന്ന് പറഞ്ഞാൽ ഫാരഡേ കപ്പിൽ കളക്ട് ചെയ്യുന്ന ടോട്ടൽ ചാർജാണ്. Nx is the number of X-ray detected, which is equal to the yield per microgram of the elemental per microcoulomb of the incident proton. Is a calibration constant to be determined using a number of standard samples. അപ്പോൾ ഇവിടെയുള്ള കാലിബ്രേഷൻ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റാൻഡേർഡ് സാമ്പിൾസ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ഈ സ്റ്റാൻഡേർഡ്
സ്റ്റാൻഡേർഡ് സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെമിക്കൽ കോമ്പൗണ്ട്സ് ഡിസോൾവ്ഡ് ഇൻ ഡിസ്റ്റൽഡ് ഡിയോണൈസ്ഡ് വാട്ടർ ആൻഡ് തിൻ ടാർജറ്റ് മെയ്ഡ് ഔട്ട് ഓഫ് ദിസ് ഓർ അതർ സർട്ടിഫൈഡ് സ്റ്റാൻഡേർഡ് സാമ്പിൾസ് പ്രൊവൈഡ് ബൈ നാഷണൽ ബ്യൂറോ ഓഫ് സ്റ്റാൻഡേർഡ്സ് USA. അതായത് കെമിക്കൽ കോമ്പൗണ്ട്സ് ഡിസ്റ്റൽഡ് ഡിയോണൈസ്ഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് സാമ്പിൾസ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ നാഷണൽ ബ്യൂറോ ഓഫ് സ്റ്റാൻഡേർഡ്സ് USA പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് സാമ്പിൾസ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം NXും Kയും അറിയാമെങ്കിൽ QP നമുക്ക് മെഷർ ചെയ്തിട്ട് ദ എമൗണ്ട് ഓഫ് എലമെൻ്റൽ M ക്യാൻ ബി എസ്റ്റിമേറ്റഡ്. എമ്മിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. For quantitative estimate of the trace element in a sample, it is necessary that one knows the yield of characteristic X-ray for all elemental per microgram of the element per microcool of incident projectile. This is done by calibrating the Pixe setup using standard samples. അപ്പം ഇങ്ങനെയുള്ള ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേറ്റ് നമുക്ക് ഈ സ്റ്റാൻഡേർഡ് സാമ്പിൾസ് വെച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് 2 കണ്ടീഷനാണ് ഇവിടെ പറയുന്നത്. സ്റ്റാൻഡേർഡ് സാമ്പിൾസ് ഫോർ ദ പേർപ്പസ് ആർ പ്രിപ്പയർഡ് ഇൻ 2 ways. ഇങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് സാമ്പിൾസ് നമ്മൾ 2 രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ദ ഫസ്റ്റ് വൺ ഈസ് by dissolving known masses of compounds of several elements and preparing appropriate thin sample out of this solution. അപ്രോപ്രിയേറ്റ് ആയിട്ട് ഉള്ള നമുക്കറിയാവുന്ന മാസസിലുള്ള കോമ്പൗണ്ട്സിനെ ഡിസോൾവ് ചെയ്തിട്ട് നമുക്ക് സാമ്പിൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ബൈ പ്രിപ്പയറിംഗ് സൂറ്റബിൾ ടാർജറ്റ് യൂസിങ് സ്റ്റാൻഡേർഡ് റെഫറൻസ് മെറ്റീരിയൽസ് പ്രൊവൈഡ് ബൈ നാഷണൽ ബ്യൂറോസ് ഓഫ് സ്റ്റാൻഡേർഡ്സ്. അവർ പറയുന്ന സ്റ്റാൻഡേർഡ് സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് സാമ്പിള് ടാർജറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ അടുത്തൊരു മെത്തേഡാണ്, അനദർ യൂസ്ഫുൾ കാലിബ്രേഷൻ ടെക്നിക്കാണ് ഇൻറ്റേർണൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ. വൈൽ പ്രിപ്പയറിംഗ് ദ ആക്ച്വൽ സാമ്പിൾ ഫോർ ദ ട്രേസ് അനാലിസിസ് എ നോൺ ക്വാണ്ടിറ്റി ഓഫ് ദ സ്റ്റാൻഡേർഡ് എലമെൻറ്റ് ഈസ് ആഡഡ്. ദിസ് ഈസ് യൂഷ്വലി an element which is otherwise absent in the sample material. From the measured yield of this standard element, the masses of the other element in the sample can be estimated by comparison. അല്ലെങ്കിൽ മറ്റൊരു മെത്തേഡാണ് ഇൻറ്റേർണൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഒരു ആക്ച്വൽ സാമ്പിൾ പ്രിപ്പയർ ചെയ്യുമ്പം അതിൽ നമുക്ക് അറിയാവുന്ന ഒരു സ്റ്റാൻഡേർഡ് എലമെൻറ്റ് കൂടി ആഡ് ചെയ്യുക. അപ്പം ഈ നമ്മൾ ആഡ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് എലമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാമ്പിളിലുള്ള എലമെൻ്റ് ആവാൻ പാടില്ല. അപ്പം നമുക്ക് ഈ രണ്ടിൻ്റെയും വാല്യൂ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. എ ടിപ്പിക്കൽ കാലിബ്രേഷൻസ് ഒബ്റ്റെയിൻഡ് ഈസ് ഗിവൺ ബൈ, അതായത് ഒരു K എക്സ്റേസിൻ്റെയും L എക്സ്റേയുടെയും ടിപ്പിക്കൽ കാലിബ്രേഷൻ ഗ്രാഫാണ് ഈ ഫിഗറിൽ കാണുന്നത്. Before the system can be used for doing routine trace element analysis, the linearity, consistency and reproducibility of the technique are to be ascertained. These are carried out again by using standard samples as well as other samples, by varying the elemental concentration with similar samples and by running the same sample several times. For any analytical system, it is necessary to have an idea of the minimum detection limit, that is, the lowest concentration of an element which will give a detectable X-ray count rate over and above the background. The usual criterion is that nx greater than or equal to 3 sigma, where sigma is a standard deviation of the background counts. Typically, the detection limit is about 0.1 ppm for Z, approximately 30 for K X-ray. It depends on the X-ray energy. A typical plot of the minimum detection limit as a function of the atomic number of the trace element is shown in this figure.